ചാനൽ ഐയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഇന്ന് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ ഒരു അധ്യാപികയെ തേടിയാണ് നമ്മുടെ യാത്ര. നമ്മളുടെ കുമരകത്തിൻ്റെ തന്നെ പ്രിയപ്പെട്ട അധ്യാപികയായ ആലീസ് കുട്ടി ടീച്ചറിനെ നിങ്ങൾക്കറിയാമോ? ടീച്ചറിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ സ്കൂളിലെ സഹപ്രവർത്തകർ ആദരവർപ്പിക്കാനും ടീച്ചറിൻ്റെ വിശേഷങ്ങൾ അറിയാനുമായി പോവുകയാണെന്ന്. ആ വീഡിയോയിലേക്ക് നിങ്ങളുടെ അവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. നിങ്ങൾ കത്തിങ് എത്തിയത് അതാ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ചോദിച്ചു പോലും ഇല്ലല്ലോ. ഗൂഗിൾ മാപ്പ് വെച്ച് കറക്കി ഞങ്ങളുടെ പെട്രോളെ സാരിയൊക്കെ കിട്ടിയത് ഞാൻ അഞ്ചു പോകുന്നത്. സ്വാഗതം, സുസ്വാഗതം. ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള ടീച്ചറായിരുന്നു. പണ്ട് പഠിച്ച പിള്ളേരുടെ എല്ലാം പേര് ഓർമ്മയില്ല. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും തമ്മിലൊന്ന് താരതമ്യം ചെയ്യാം. ഇങ്ങനെ പഠിച്ച കാലത്ത് മാതാ പിതാ ഗുരു ദൈവം അതായിരുന്നു നമ്മുടെ അർത്ഥം. അതനുസരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു തലമുറയായിരുന്നു ഒരു 98-99 കാലയളവിൽ, എൻ്റെ കാലയളവിൽ അതായിരുന്നു. അപ്പോൾ ദൈവം കഴിഞ്ഞ മാതാവിനെയും പിതാവിനെയും അതുപോലെ തന്നെ ഗുരുവിനെയും ദൈവത്തെ പോലെ ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്നൊരു തലമുറയായിരുന്നു അന്നെന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കാം ഞാൻ കണ്ടമാനം ഉപദ്രവിക്കുമായിരുന്നു. എന്നിട്ടും സാറ് വലിയെന്ന് പറഞ്ഞാൽ രക്ഷകർത്താവും രണ്ട് കൂടും. ഇത് വേറെ പ്രത്യേകതയുണ്ട്. ദൈവത്തെ ഭയമായിരുന്നു. അങ്ങനെ ദൈവത്തെ ഭയമായിരുന്നു. സാമ്പത്തികവും കുറവായിരുന്നു. നമ്മളൊരു നല്ല റൂറൽ ഏരിയയാണ് നമ്മുടെ ഏരിയ. അവിടെ സാമ്പത്തികത്തിൽ വളരെ താഴ്ന്ന നിലവാരമുള്ള ആളുകൾ നമുക്ക് കിട്ടിക്കൊണ്ടില്ല. അപ്പോൾ അവർ നമ്മളെ അധ്യാപകരെ സ്നേഹിച്ചു. ദൈവത്തെ പോലെ മാതാപിതാ ഗുരു ദൈവം എന്നുള്ള ആർത്തവാക്കി അവരനുസരിച്ചു. പിന്നെ വേറൊരു പ്രത്യേകത, എൻ്റെ കാര്യം പറയാം. എന്നിട്ട് അതുപോലെയാണെന്ന് അവരാണെന്ന് വിചാരിച്ചത്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് തരുന്ന ബഹുമാനം ഞാൻ അവർക്കും കൊടുത്തിട്ടുണ്ട്. ഇല്ലെന്ന് പറയട്ടെ, 2 പേരുണ്ട് അടുത്തിരിപ്പുണ്ട്. ഞാനൊന്ന് ഇടിച്ചാൽ ഞാൻ അവരെ അന്നേരം അതിന് തലോടി ആണോ മാറ്റിയേ വിടുള്ളൂ. അപ്പോൾ ഒരു ബഹുമാനം കൊടുക്കും. ഞങ്ങൾ അന്യോന്യ സ്നേഹത്തോടാണ് ജീവിക്കുന്നത്, പരസ്പര വിശ്വാസത്തോടെ. ഇവർക്ക് എന്നോട് ഇന്നും പറയാം, ഞാൻ ഈ സ്വേച്ഛാധിപതി അല്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു നല്ല ഇവർക്കും ബഹുമാനം കൊടുത്ത് എന്നെ ബഹുമാനിക്കുന്ന നല്ലൊരു എന്താണ് പറയണേ, അതിനെ കുറിപ്പിൽ ഞാൻ ആരായിരുന്നു? അമ്മയാകാം, ഗുരുവാകാം, സഹോദരിയാകാം, ഫ്രണ്ടാകാം, ഒക്കെ ഞാൻ ചെയ്തു. സാമ്പത്തികം ഇല്ലാത്തവർക്ക് ഞാൻ അതും ചെയ്തു. പണ്ടേ
ഈ തല്ലി പഠിപ്പിച്ച കുട്ടികൾക്കാണോ എൻ്റെ ഒരു ഇതാണ് അവരെ കൂടുതൽ സ്നേഹപൂർവ്വം തല്ലി പഠിപ്പിച്ച കുട്ടികൾക്ക് ഇവിടെ ഒരു രവീന്ദ്രൻ വരും. അവൻ നമ്മുടെ ഷാപ്പിലൊക്കെ നിൽക്കുന്ന തറവാട്ടില്ല ബാബുച്ചാൻ്റെ കൂടെ സജീയുടെ കൂടെ ഒരു ദിവസം അവൻ്റെ അഡ്വക്കേറ്റ് അവിടെ ചെന്നു. അപ്പോൾ സാറിൻ്റെ വീട് എൻ്റെ വീട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം നിൻ്റെ വീട് വിളിച്ച് കൊമ്പല അവൻ പറഞ്ഞു എൻ്റെ മകൻ്റെ അവിടെയാണ് വർക്ക് ചെയ്ത് അവൻ പറഞ്ഞു ഞാൻ വരുവാന്ന് പറഞ്ഞു കയറി ഇവിടെ വന്നു. ഞാനിവ വന്ന് കയറുമ്പോൾ അയ്യോ ടീച്ചറേ നമ്മൾ കെട്ടിപ്പിടിച്ച് ഉമ്മാന്ന് വെച്ചാൽ എൻ്റെ കർത്താവേ അവൻ പറയണേ എന്നെ അടിച്ച് പിടിച്ചു എൻ്റെ അവിടെ പിടിച്ച് കുറച്ച് ഞെക്കി എൻ്റെ ഇവിടെ പിടിച്ച് ഞെക്കി അതെല്ലാം പറഞ്ഞു. അവൻ 1-2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തറവാട്ടിൽ പോയി ഭക്ഷണം കഴിക്കും ഇടയ്ക്ക് ആ വഴി അവിടെ വരുമ്പോൾ അവിടുത്തെ എല്ലാ ഉമ്മാരെയും ഞാൻ പഠിപ്പിച്ചതാണ്. അവരെന്നെ പിടിച്ച് കയറ്റി അവിടെ കൊണ്ടിരുത്തി എനിക്ക് വേണ്ടുന്നതല്ല ഞാൻ അധികം ഭക്ഷണം കഴിക്കുകയല്ല. പിന്നെ എനിക്ക് ഇതിലെന്ത് ചെയ്യുന്നറിയാം ഫസ്റ്റ് എനിക്ക് എല്ലാം തരുന്നത് ഇതാണ്. അത് നല്ല ചൂടാക്കിയിട്ടുണ്ട്. അന്ന് ഞാൻ കാപ്പിയും ചായയും കുടിക്കുമായിരുന്നു. പിന്നെ ഞാൻ ചായയും കാപ്പിയും കുടിച്ചിട്ടില്ല. ഞാൻ സ്വർണ്ണം ഇടത്തില്ലായിരുന്നല്ലോ. അത്ര വലിയ സ്വർണ്ണം ഇടാൻ ഈയിടെ ഞാൻ ആദ്യം ഇപ്പം അവസാന ഘട്ടത്തിലൊന്നും പിള്ളേരൊന്നും തല്ലുന്നൊന്നും ഇല്ലായിരുന്നു. ആദ്യമൊക്കെ പഠിക്കാത്ത പിള്ളേരൊക്കെ തല്ലുമായിരുന്നു. അപ്പോൾ ഇപ്പം എന്നെ കാണുമ്പോഴൊക്കെ അവർ സാറ് എന്ത് തല്ലിയിട്ടുണ്ടെന്ന് അറിയാവുമെന്ന് പറയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. സ്നേഹത്തോടെ പറയുന്നത്. ഞാൻ ആധാരം ചെയ്യാനായിട്ട് അവിടെ ചെന്ന് ഈ പെണ്ണോട് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നോട് പറയാം സാർ എന്നെ പഠിപ്പിച്ചതാണ്, സാറ് എന്ത് തല്ലിയിട്ടുണ്ടോ. അപ്പോൾ ഞാൻ ജയപ്രകാശ് സാറെ എല്ലാവരും കൂടെ ആധാരം ചെയ്യാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഒരു ചളിപ്പാ തോന്നുന്നത്. പിന്നെ പിള്ളേർ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ കോൺഗ്രസല്ല കോട്ടയത്തുമല്ല, ഞാൻ എറണാകുളം അല്ലേ. ഞാൻ പക്ഷേ ഒരു 3 കൊല്ലം കൂടെ അവിടെ ജോലി ചെയ്യാൻ 4-5 കൊല്ലം ജോലി ചെയ്യാൻ ചാൻസ് എനിക്ക് ഒത്തു വന്നാൽ. പക്ഷെ എൻ്റെ മൊത്തം എന്നെ കിട്ടിയില്ല. പബ്ലിക് സ്കൂള് കലാധരനും അന്നത്തെ മാനേജർ അശോകന് പിന്നെ 3-4 പേരൂടെ ഒരു കാറ് നമ്മുടെ വീട്ടിൽ വന്നതാണ്. അന്ന് എൻ്റെ വീട്ടിലില്ല. ഇവർ ഇത്രയും കൊല്ലം ജോലി ചെയ്ത് മമ്മി കഷ്ടപ്പെട്ടു, ഇനി ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞു. 30 വർഷക്കാലം SKM സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപികയായും 2 വർഷക്കാലം സ്കൂൾ പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിച്ച ടീച്ചർ കുമരകത്തിൻ്റെ വലിയൊരു ശിഷ്യസമ്പത്തിൻ്റെ ഉടമ കൂടിയാണ്. തൻ്റെ ശിഷ്യരുടെ വിശേഷങ്ങൾ ഇപ്പോഴും ടീച്ചർ ഓർത്തിരിക്കുന്നത് ഏറെ അത്ഭുതകരമാണ്. അവരുടെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.